മോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇന്ത്യ തന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. ജമ്മു കാശ്മീരിലെ പുരാതന ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിച്ചു. അതുമുതൽ മഹത്തായ കാശി വിശ്വനാഥ് ധാം പോലുള്ള ആത്മീയ ഇടനാഴികളുടെ നവീകരണവും രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം വരെയുള്ള ശ്രമങ്ങൾ നമ്മുടെ വേരുകളുമായി നമ്മെ വീണ്ടും ബന്ധിപ്പിച്ചു. മീരാബായിയെ പോലുള്ള പുണ്യാത്മാക്കളെയും ഭഗവാൻ ബിർസ മുണ്ടയെ പോലുള്ള ഗോത്ര നായകന്മാരെയും ആദരിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ ആത്മീയ മഹത്വം പ്രകടമാക്കുന്ന മഹാകുംഭ് പോലുള്ള പാരമ്പര്യങ്ങളെ ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അയോധ്യയിലെ ദീപാവലി, പാർലമെന്റിൽ വിശുദ്ധ ചെങ്കോൽ സ്ഥാപിക്കൽ തുടങ്ങിയ റെക്കോർഡ് ഭേദിച്ച ആഘോഷങ്ങൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളോട് ആഴത്തിലുള്ള ബഹുമാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആ ചൈതന്യത്തെ വിലമതിക്കാനും ഇന്ത്യയുടെ പൈതൃകത്തിലൂടെ ഭാവി തലമുറയെ ഉയർത്താനുമൊക്കെ പതിറ്റാണ്ടായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിന്റെ പരിശ്രമങ്ങൾ. ആ യാത്ര വരും വർഷവും തുടരും. ദശലക്ഷക്കണക്കിന് ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു സ്വപ്നമായിരുന്നു അയോധ്യയിൽ രാംലല്ലയുടെ ചരിത്രപരമായ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയുടെയും ഇന്ത്യയുടെ ആത്മീയ പൈതൃകം അതിരുകൾ കടന്നു പോകുന്നതിന്റെ പ്രതീകമായ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം അബുദാബിയിൽ ഉയർന്നപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തോടെയുമാണ് 2024 ആരംഭിച്ചത്. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചതും കടത്തിക്കൊണ്ടുപോയതുമായ 297 പുരാവസ്തുക്കൾ മടക്കിക്കൊണ്ടുവന്നതും അതിലൊന്ന് തന്നെയാണ്. ശ്രീരാമൻ തന്റെ ജന്മസ്ഥലത്ത് മടങ്ങിയെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം 2024 ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും ശ്രദ്ധേയമായ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകി. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഭിലാഷം പൂർത്തീകരിച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന രാംലല്ലയുടെ പ്രതിഷ്ഠ സവിശേഷമായിരുന്നു. ആത്മീയവും സാംസ്കാരികവുമായ ഒരു നിമിഷമായിട്ടാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക. ഇന്ത്യയുടെ സാംസ്കാരിക ആഖ്യാനത്തിൽ അയോധ്യയ്ക്ക് സ്ഥായിയായ ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം തന്നെയാണ് ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ അടിവരയിടുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രത്തിലെ ഒരു സുപ്രധാന നിമിഷം തന്നെയായിരുന്നു അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ്. അത് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത്. ശില്പശാസ്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന പുരാതന ഹൈന്ദവ വാസ്തുവിദ്യാ തത്വങ്ങൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്രം മധ്യപൂർവേഷ്യയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രമാണ് എന്നതും ഈ പ്രസ്താവനയ്ക്ക് മാറ്റുകൂട്ടുകയാണ്. ഇത് ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനകളെ ആഘോഷിക്കുക മാത്രമല്ല, ആഗോള മതസൗഹാർദ്ദത്തെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. അസമിലെ പൂജനീയമായ മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പവിത്രമായ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി കാമാഖ്യ ദിവ്യ പരിയോജന എന്ന ഇടനാഴി പദ്ധതിക്ക് തറക്കല്ലിട്ടതും ഈ വർഷം തന്നെയാണ്. ഇന്ത്യയുടെ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ മഹത്തായ ഭൂതകാലാഭിമാനം മനസ്സിൽ പതിപ്പിക്കാനുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവുകളാണ് ഈ സംരംഭങ്ങൾ. മോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ 2024 ഇന്ത്യ അതിന്റെ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഗോള പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന അസമിലെ മൊയ്തമുകളെ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ അംഗീകരിക്കുന്നതിലേക്ക് മോദി ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ നയിച്ചു. കുരുക്ഷേത്രയിലെ അനുഭവ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പൈതൃകം പ്രാപ്യവും അനുഭവപരമാക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിച്ചു. മഹാഭാരതവും ഭഗവത്ഗീതയും പോലുള്ള പുരാതന ഗ്രന്ഥങ്ങൾക്ക് ജീവൻ നൽകി. അതിനു പുറമെ ചരിത്രപ്രസിദ്ധമായ ഗുജറാത്തിലെ കൊച്ച്രാബ് ആശ്രമത്തിന്റെ പുനർവികസനം ഗാന്ധിയൻ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ അർപ്പണബോധം വീണ്ടും ഉറപ്പിച്ചു. അതേസമയം സംഭാലിലെ ശ്രീ കൽക്കി ധാമിന്റെ ശിലാസ്ഥാപനം ആത്മീയവും സാംസ്കാരികവുമായ കേന്ദ്രങ്ങൾ വളർത്തുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധയും പ്രകടമാക്കി. ഭാവിയിലേക്കുള്ള പുരോഗമന ഗതി രൂപപ്പെടുത്തുന്നതിനൊപ്പം ഇന്ത്യയുടെ പുരാതന ജ്ഞാനം സംരക്ഷിക്കുന്നതിനുള്ള മോദി ഗവൺമെന്റിന്റെ ശ്രദ്ധ തന്നെയാണ് ഈ ശ്രമങ്ങളിലൂടെ തെളിയുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ വിറ്റുവരവ് 1.5 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ആത്മനിർഭർ ഭാരതിനെ മൂർത്തമാക്കിക്കൊണ്ട് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പ്രാദേശികതയ്ക്കായി ശബ്ദമുയർത്തുന്നതിനോടൊപ്പം പാരമ്പര്യവും സുസ്ഥിരതയും ആധുനിക നൂതന ആശയങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഈ വളർച്ച ഖാദിയുടെ ആഗോള ഉയർച്ചയെ ഒരു ഇക്കോ ഫാഷൻ പ്രസ്താവനയായി ഉയർത്തിക്കാട്ടി. അസമീസ്, ബംഗാളി, മറാഠി, പാലി, പ്രാകൃത് എന്നിവയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി അനുവദിച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ ഭാഷാ വൈവിധ്യം ആഘോഷിച്ചതും 2024 ഇത് രാജ്യത്തിന്റെ ഭാഷാ പൈതൃകത്തെ ആദരിക്കുക മാത്രമല്ല, തലമുറകളിൽ അങ്ങോളമിങ്ങോളം സാംസ്കാരിക സംരക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല 2024 ജൂൺ 13 പുരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ 4 കവാടങ്ങളും വീണ്ടും തുറന്നത് ദീർഘകാലമായുള്ള ഭക്തരുടെ ആവശ്യം പൂർത്തീകരിക്കുകയും പൂജനീയമായ ഈ ആത്മീയ സ്ഥലത്തേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പോർട്ട് ബ്ലെയറിന്റെ പേര് 2024 സെപ്റ്റംബർ 13 ശ്രീ വിജയപുരം എന്നാക്കി പുനർനാമകരണം ചെയ്തു. അതിന്റെ ചരിത്രത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിലെ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യത്തെ ബഹുമാനിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമർപ്പണം തന്നെയായിരുന്നു അത്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ പ്രയാഗ്രാജിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേള 2025 ഇന്ത്യ ഒരുങ്ങുകയാണ്. ഏകദേശം 45 കോടി ഭക്തരും സന്ദർശകരും പങ്കെടുക്കുന്ന കുംഭമേളയെ ലോകത്തെ
ഏറ്റവും വലിയ ആത്മീയ സമ്മേളനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സാംസ്കാരിക നയതന്ത്രവും ആഗോള അംഗീകാരവും അതിന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് സാംസ്കാരിക നയതന്ത്രത്തിലും ഇന്ത്യ കാര്യമായ മുന്നേറ്റം നടത്തി. ഇന്ത്യയുടെ അമൂല്യമായ സാംസ്കാരിക സമ്പത്തുകളെ അനധികൃത കടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയും USA-യും തങ്ങളുടെ ആദ്യത്തെ സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. $10 ദശലക്ഷം വില മതിക്കുന്ന കൊള്ളയടിച്ചു കൊണ്ടുപോയ 1400-ലധികം പുരാവസ്തുക്കൾ 2024 നവംബർ 15-ന് ഇന്ത്യക്ക് US മടക്കി നൽകി. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും പങ്കെടുത്ത 2024 സെപ്റ്റംബറിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് 297 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകി. സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനുമുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിട്ടുകൊണ്ട് ചരിത്രപരമായ മറ്റൊരു നീക്കത്തിൽ 100 കലാകാരികൾ ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിന് നേതൃത്വം നൽകി. സമ്പന്നമായ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്നതോടൊപ്പം രാജ്യത്തെ വലിയ ആഗോള അംഗീകാരത്തിലേക്ക് നയിക്കുക എന്ന പ്രധാനമന്ത്രി മോദിയുടെ വീക്ഷണത്തോടൊപ്പം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാംസ്കാരിക സ്വാധീനത്തിനുള്ള ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ ശ്രമങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.